കേരള ഓട്ടോമൊബൈൽ ടെക് ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓട്ടോമൊബൈൽ സംബന്ധമായിട്ടുള്ള വീഡിയോസുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പിസ്റ്റനെ കുറിച്ചാണ്. പിസ്റ്റനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഒരു ബേസിക് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ പിസ്റ്റൺ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എഞ്ചിനാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. എഞ്ചിൻ്റെ പ്രവർത്തനം മൂലമാണ് വാഹനം റൺ ചെയ്യുന്നതിനും മറ്റുമൊക്കെ എഞ്ചിൻ്റെ പ്രവർത്തനമാണ് മെയിൻ. ആ എഞ്ചിനകത്ത് വരുന്ന പ്രധാന ഭാഗങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നൊരു ഭാഗമാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. ഒരു വാഹനത്തിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് പല എണ്ണത്തിലുമായിരിക്കും പിസ്റ്റൺ ഉണ്ടായിരിക്കുക. ഒരു ഹെവി വെഹിക്കിൾ ആണെങ്കിൽ വളരെ വലിയ വെഹിക്കിൾ ആണെങ്കിൽ 8 പിസ്റ്റൺ കാണും. അതും ചിലതിൽ 6 പിസ്റ്റൺ കാണും. 8 പിസ്റ്റണിന് കൂടുതലുള്ള മെഷീൻസുകളും മറ്റുമൊക്കെ ഉണ്ട്. വാഹനങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 8 പിസ്റ്റൺ ഉള്ളത് ഏറ്റവും ഹെവി ആയിട്ട് 8 പിസ്റ്റൺ 6 പിസ്റ്റൺ അങ്ങനെ കാണും. ഒരു നോർമൽ റേഞ്ച് ഒക്കെ ഉള്ള വാഹനങ്ങളാണെങ്കിൽ ഒരു കാറൊക്കെ ആണെങ്കിൽ ഒരു 4 പിസ്റ്റൺ കാണും. ചിലതിൽ 3 പിസ്റ്റണുള്ള വാഹനങ്ങളുണ്ട്, കാറുകളുണ്ട്. അതുപോലെ തന്നെ ടൂ വീലർ അതുപോലെ തന്നെ ഓട്ടോറിക്ഷ അതിനൊക്കെ ഒരു പിസ്റ്റണാണുള്ളത്. അപ്പോൾ പിസ്റ്റൻ്റെ സൈസും അതുപോലെ തന്നെ പിസ്റ്റൻ്റെ എണ്ണവും ഓരോ എഞ്ചിൻ്റെയും പിസ്റ്റൻ്റെ സൈസും പിസ്റ്റൻ്റെ എണ്ണവുമൊക്കെ വ്യത്യാസമായിരിക്കും എന്നുള്ളതാണ്. പിസ്റ്റൺ വർക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, ഒരു സിലിണ്ടറിനകത്താണ് പിസ്റ്റൺ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സിലിണ്ടറിനകത്ത് വരുന്ന ആ ഒരു കപ്പാസിറ്റി അനുസരിച്ചാണ് CCക്ക് വ്യത്യാസം ഉണ്ടാവുക. അതായത് പിസ്റ്റൻ്റെ എണ്ണം കൂടുന്തോറും CCക്ക് വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെ പിസ്റ്റൻ്റെ വലിപ്പം കൂടുന്തോറും CCക്ക് വ്യത്യാസം ഉണ്ടാകും. CC എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ക്യൂബിക് കപ്പാസിറ്റി. ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ കപ്പാസിറ്റി എത്രയുണ്ട്, എത്ര പവറാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ ഈ ഒരു CC അനുസരിച്ചാണ് നമ്മൾ കണക്കാക്കി എടുക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയൊക്കെ കണക്കാക്കാം, അതിൻ്റെ ഇതൊക്കെ നമുക്ക് വരും ദിനങ്ങളിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബേസിക് കാര്യം മാത്രമാണ്, പിസ്റ്റനെ കുറിച്ച് ഒരു ബേസിക് കാര്യം മാത്രമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പിസ്റ്റൺ എങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഈ പിസ്റ്റൻ്റെ മുകളിലാണ് ഡീസൽ ആയിരുന്നാലും ശരി, പെട്രോൾ ആയിരുന്നാലും ശരി, അത് കത്തുന്നതും ആ ഒരു നമ്മുടെ എഞ്ചിന് ആവശ്യമുള്ള പവർ ലഭിക്കുന്നതും ഈ ഒരു പിസ്റ്റൻ്റെ മോൾ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ആ ഒരു സ്ഫോടനത്തിൻ്റെ ബലം കൊണ്ടാണ്, അല്ലെങ്കിൽ ആ സ്ഫോടനത്തിൻ്റെ ഫലമായി ഈ ഒരു പിസ്റ്റൺ താഴോട്ടും മുകളിലോട്ടും തള്ളുന്നത് കൊണ്ടാണ്.